Everyone, welcome to my classroom. Today's topic is Bidox plan, Haynes plan, accelerated premium plan. ഇൻസെൻറ്റീവ് പ്ലാൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ബിഡോക്സ് പ്ലാൻ എന്താണ്, ഹെയ്നസ് പ്ലാൻ എന്താണ്, അതുപോലെ ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ, ഇതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ബിഡോക്സ് പ്ലാൻ. ബിഡോക്സ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചാൾസ് ഇ ബിഡോക്സ് ഇൻ 1911. The Bidox plan is an incentive scheme in which the standard time for the completion of the job is fixed and the rate per hour is defined. Each minute of the standard time is called as a point or B, such as in 1 hour there are 60 minutes, Bs, 60 Bs. If the worker completes the job in more than standard hours, then he is paid according to the time rate. The time taken is multiplied by hourly rate. In case the work is completed in hours less than the standard time, worker is entitled to bonus in addition to hourly rate. A bonus is equal to 75% of earned or saved points multiplied by 1/6 of hourly rate. Even if the worker does not reach the standard, then he is paid according to the time rate. അപ്പോൾ ബിഡോക്സ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഇ ബിഡോക്സ് ആണ്. 1911 ഈ ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഇൻസെൻറ്റീവ് സ്കീമിനകത്ത് പറയുന്നത് ഇവിടെയും സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായിരിക്കും, ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര മണിക്കൂർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ മിനിറ്റും സ്റ്റാൻഡേർഡ് ടൈമിൽ വരുന്ന ഓരോ മിനിറ്റും അറിയപ്പെടുന്നത് ബി പോയിൻറ്റ്സ് എന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ ഹവറിൽ 60 മിനിറ്റ് ഉണ്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ 60 ബീസ് ഉണ്ടെന്നാണ് പറയുക. ഓരോ മിനിറ്റിനെയും സ്റ്റാൻഡേർഡ് ടൈമിൽ വരുന്ന ഓരോ മിനിറ്റിനെയും നമ്മൾ വിളിക്കുന്നത് ബീസ് എന്നാണ്. ബിഡോക്സ് പോയിൻറ്റ്സിൻ്റെ ബി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 60 ബീസ് ഉണ്ടായിരിക്കും ഒരു 1 ഹവറിൽ. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നത് 60 ബീസ് ഉണ്ട്. ഇനി വർക്കർ ജോബ് കംപ്ലീറ്റ് ചെയ്യാണ്. ജോബ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വർക്കർ കംപ്ലീറ്റ് ദ ജോബ് ഇൻ മോർ ദാൻ സ്റ്റാൻഡേർഡ് അവേഴ്സ്. സ്റ്റാൻഡേർഡ് അവേഴ്സിനേക്കാൾ കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർക്കർ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ടൈം റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് അയാൾ എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്തത് ഇൻറ്റു ഹവേർലി റേറ്റ് ആണ് ചെയ്യാറുള്ളത്. ഈ ഒരു കേസിൽ ഈ ഒരു പ്ലാനിൽ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ ഹവേഴ്സ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം എടുത്തിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ ആ സ്റ്റാൻഡേർഡ് ടൈമിന് എത്തുന്നതിന് മുന്നേ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയെങ്കിൽ വർക്കർക്ക് ബോണസും കൂടെ അഡീഷണലായിട്ട് കൊടുക്കും. ഹവേർലി റേറ്റിന് പുറമേ ബോണസും കൊടുക്കും. ബോണസ് കൊടുക്കുന്നത് എത്ര ടൈം സേവ് ചെയ്തു, എത്ര പോയിൻറ്റ് സേവ് ചെയ്തു, എത്ര ബി പോയിൻറ്റ്സ് സേവ് ചെയ്തു, അതിൻ്റെ 75% ആയിട്ടാണ് കൊടുക്കും. 75% ഓഫ് ഏൺഡ് ഓർ സേവ്ഡ് പോയിൻറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ 1/6 ഓഫ് ഹവേർലി റേറ്റ്. ഹവേർലി റേറ്റിൻ്റെ 1/6 പോർഷൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 75% ഓഫ് ബി പോയിൻറ്റ്സ്. ഓക്കെ, എത്രയാണോ സേവ് ചെയ്തത് ആ പോയിൻറ്റ്സിൻ്റെ 75% ഇൻറ്റു 1/6 ഓഫ് ഹവേർലി റേറ്റ്. ഇഫ് ദ വർക്കർ ഡസ് നോട്ട് റീച്ച് ദ സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം റേറ്റിനായിരിക്കും അയാൾക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന് പുറമെ ബോണസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ബിഡോക്സ് പ്ലാനിനകത്ത് പറയുന്നത്. ഇനി ബിഡോക്സ് പ്ലാനിൽ പറയുന്നത് ഫീച്ചേഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബേസ്ഡ് അപ്പോൺ ദി വർക്ക് മെഷർമെൻറ്റ് സ്റ്റഡി, ദ standard time is established for each job in terms of points. 1 point is equal to 1 minute, that is standard hour consists of 60 points. എന്ന് നേരത്തെ പറഞ്ഞ പോലെ ബിഡോക്സ് പ്ലാനിനകത്ത് പറയുന്നത് എന്താണ്, സ്റ്റഡി മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് മെഷർമെൻറ്റ് സ്റ്റഡീനകത്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓരോ ജോബിനും. അത് പോയിൻറ്റ്സിൻ്റെ ബേസിലായിരിക്കും. 1 point ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്. ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിന് ഈക്വലാണ്. സ്റ്റാൻഡേർഡ് ഹവേഴ്സിൽ ഒരു സ്റ്റാൻഡേർഡ് ഹവറിൻ്റെ ഉള്ളിൽ അങ്ങനെയാണെങ്കിൽ 60 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ബി പോയിൻറ്റ്സ് ആണ് പോയിൻറ്റ്സിന് വിളിക്കുന്നത്. അതേപോലെ ഗ്യാരണ്ടീഡ് വേജ് റേറ്റ് ഈസ് പെയ്ഡ് ടു സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, അപ് ടു സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ദെൻ ഗ്യാരണ്ടീഡ് വേജ് റേറ്റ് പ്ലസ് ഇൻസെൻറ്റീവ് ഈസ് പെയ്ഡ് എബോവ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട 2 കാര്യം. സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ടൈം റേറ്റിൽ വേജസ് ഷുവറാണ്, ഗ്യാരണ്ടീഡാണ്. സ്റ്റാൻഡേർഡിനെ അറ്റൈൻ ചെയ്ത് അതിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തുവെങ്കിൽ ബോണസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ബിഡോക്സ് പ്ലാൻ. ഇനി ഹെയ്നസ് പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം.
ദിസ് പ്ലാൻ ഈസ് സിമിലർ ടു ബിഡോക്സ് പ്ലാൻ. ബിഡോക്സ് പ്ലാനിൽ ഏകദേശം അതുപോലെ തന്നെയാണ്. ഹിയർ ദി സ്റ്റാൻഡേർഡ് ടൈം ഓൾസോ ഫിക്സഡ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിൽ സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് മാൻ മിനിറ്റ്സ്. സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് മാൻ മിനിറ്റ്സ് എന്നാണ്. അതിന് മെയിൻസ് എന്ന് വിളിക്കും. മെയിൻസ്, ഓക്കെ, MEINTS, മെയിൻസ്, മാൻ മെയിൻസ് എന്നാണ് മെയിൻ ചെയ്യുന്നത്. ദി വർക്കറാണ്. വർക്കർ ഗെറ്റ് ടൈം വേജ് ഫോർ ദി ഹവർ ആക്ച്വലി വർക്ക്ഡ്. അയാൾക്ക് എത്രയാണോ അയാൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് അയാൾക്ക് ടൈം വേജ് കൊടുക്കും. ഇൻ ദി കേസ് ഹി കംപ്ലീറ്റ് ജോബ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹി ഗെറ്റ് എ ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്. എത്രയാണോ ടൈം സേവ് ചെയ്തത് അതിനനുസരിച്ച് ബോണസ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇഫ് ദ വർക്ക് ഈസ് ഓഫ് റിപ്പിറ്റേറ്റീവ് നേച്ചർ, തുടർച്ചയായിട്ട് വരുന്ന ഒരു വർക്ക് സ്വഭാവമുള്ള ഒരു വർക്കാണെങ്കിൽ, റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ളൊരു വർക്കാണെങ്കിൽ, ദ വാല്യൂ ഓഫ് ടൈം സേവ്ഡ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ വർക്കർ ആൻഡ് ഫോർമാൻ ഇൻ ദി റേഷ്യോ 5:1. ഇവിടെ റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ള വർക്കാണെങ്കിൽ അവിടെ ഈ വാല്യൂ ഓഫ് ടൈം ഷെയർ ചെയ്യുന്നത് വർക്കറും അതേപോലെ ഫോർമാനും കൂടെ ചേർന്നാണ്. 5:1 എന്നുള്ള പ്രപ്പോർഷനിലാണ് ഷെയർ ചെയ്യുന്നത്. ഇഫ് ദി വർക്ക് ഈസ് ഓഫ് നോൺ റിപ്പിറ്റേറ്റീവ് നേച്ചറിലല്ലാത്ത വർക്കാണെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ് ഈസ് ഷെയർഡ് എമംഗ് വർക്കർ, എംപ്ലോയർ ആൻഡ് ഫോർമാൻ. ഇവിടെ ഫോർമാൻ ആണ്. വർക്കർ, എംപ്ലോയർ, ഫോർമാൻ, 3 പേര്, വർക്കറും എംപ്ലോയറും ഫോർമാനും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. 5:4:1 എന്നുള്ള പ്രപ്പോർഷനിലാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഹെയ്നസ് പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ. അണ്ടർ ദിസ് സിസ്റ്റം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ ടൈം ഈസ് ഫിക്സഡ്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഓർ ടൈം ടേക്കൺ ഈസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ ടൈം. ഇവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ടും അല്ലെങ്കിൽ ആക്ച്വൽ എത്ര ടൈം എടുത്തു അത് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. ലെവൽ ഓഫ് എഫിഷ്യൻസി മെഷർ ചെയ്യും. അങ്ങനെ ലെവൽ ഓഫ് എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ദ ഡിഫറെൻറ്റ് ലെവൽസ് എഫിഷ്യൻസി ബോണസ്, നോട്ട് ഡെഫിഷ്യൻസി, എഫിഷ്യൻസി ബോണസ്. ഹിയർ ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എഫിഷ്യൻസി ബോണസ്, EFF, okay. Efficiency bonus is paid at different rates. Bonus increases at a faster rate as the production or efficiency increases. This plan is also known as sliding scale bonus system. ഈ ഒരു പ്ലാനിനെ സ്ലൈഡിംഗ് സ്കെയിൽ ബോണസ് സിസ്റ്റം കൂടെ വിളിക്കാറുണ്ട്. ഇതിനകത്ത് ബോണസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു വർക്കറുടെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച്, അയാളുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണസും കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാനകത്ത് വർക്കേഴ്സിന് ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ അഡീഷൻ ടു ദി വേജസ്. ഓക്കെ, ഇനി ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാനിനെ കുറിച്ച് ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ബിഡോക്സ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം വരാറില്ല. ബിഡോക്സും ഹെയ്നസും ഒന്നും അങ്ങനെ പ്രോബ്ലം വരാറില്ല. ആക്സിലറേറ്ററും വരാറില്ല. നമുക്ക് ഒരു പ്രോബ്ലം എന്തായാലും സ്ലൈഡിംഗ് സ്കെയിൽ ബോണസ് സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ നമുക്കൊരു പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിഡോക്സ് പ്ലാൻ നമ്മൾ പറഞ്ഞു, ഹെയ്നസ് പ്ലാൻ പറഞ്ഞു, അതുപോലെ ബിഡോക്സ്, ഹെയ്നസ് പ്ലാൻ, ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.